നമ്മള് നേരെ ഷൂട്ടിലേക്ക് ഐശത്തെ കാട്ടി അത് പിന്നെ റീസെന്റ് മറ്റേ മീറ്റ് അവർ പുതിയ ഹീറോ, ഇംഗ്ലീഷ് കഫേയുടെ പുതിയ ഹീറോ ഫറാസും ഐശുറ്റും കമ്മിറ്റഡ് ആണെന്ന്. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് കഫേൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിന് വന്നാണ്. അപ്പോൾ ഓവറോൾ ഒരു ഔട്ട്ഡോർ ഷൂട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഈ വ്ലോഗിലൂടെ കാണിച്ചു തരാം. ആൻഡ് മീറ്റ് അവർ ന്യൂ ക്രൂ മെമ്പേഴ്സ്. ഞങ്ങളെ കാർ മാത്രം ഒരു ആംബുലൻസ് ഞാൻ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങായിരുന്നു. അത് വയ്യാത്തോണ്ട് റേഡിയേഷൻ അടിച്ച പോലെ എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്തായാലും അസുഖം, എനിക്ക് പ്രാന്ത്, എനിക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു, ഛർദി. അതന്നെ. വൈഷ്ണവിക്ക് എന്തായിരുന്നു നെഞ്ഞുവേദന. മോനെ വയസ്സിനെക്കാട്ടിലും ഫ്ലെക്സിബിൾ ആണ് ഞാൻ. ഒരു സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും വയ്യാത്ത അത്രയും പ്രായമായി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് കളിയാക്കാണ് ഇവന്മാര്. ഒന്നും പ്രായമല്ല, എന്നിട്ട് ഞങ്ങളെ പ്രായം ഉണ്ട് എന്ന് പറഞ്ഞ ആ പ്രായം ഉണ്ട്. നിങ്ങളൊക്കെ 2022 അല്ല 2004 ജനിച്ചിട്ട് നമ്മളെ പറയാ. സോ ഞങ്ങളിപ്പോൾ പ്രോപ്പർട്ടിയിൽ എത്തിയതേ ഉള്ളൂ. സോ ഔട്ട്ഡോർ ഷൂട്ടിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഫ്രഷായി എല്ലാവരും കൂടെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലിരിക്കും. സോ ആ സമയത്ത് എല്ലാവരും അവരുടേതായിട്ടുള്ള ഐഡിയാസും ഔട്ട്പുട്ടും തരും. സോ അതിനാണ് ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. എന്താ പ്രൈവസി വേണോ? എന്നാ ഞാൻ പ്രൈവസി തരാം. പ്രൈവസി ഞാൻ തരാം. ഞാൻ പേടിക്കണം. എല്ലാരും പറഞ്ഞില്ലേ ഈ വ്ലോഗ് പേടിക്കാനില്ല, എന്ത് ചെയ്യാ, വ്ലോഗ് വരൂല. എല്ലാം ഞാൻ ഇടും, നിങ്ങൾ പേടിക്കണം. അപ്പൊ അങ്ങനെ ആക്കും. ഇങ്ങോട്ട് ഇവന്റെ എൻട്രി കാണുമോ ഓള്? ഇപ്പൊ ഇങ്ങനെ ബാഗൊക്കെ ലാപ്ടോപ്പ് എന്തൊക്കെ കുറിച്ചാണൊക്കെ വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന രീതി തന്നെ കാണിക്കും. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നപ്പം എന്തെങ്കിലും ഒന്ന് സെറ്റ് ആക്കി പോകണം രീതിയിൽ വരുന്ന പോലെ നമ്മൾ വരുന്നേ. അതില്ലേ നമ്മള് റൂമിൽ എത്തുമ്പോ ഒരു കോള് വരുന്നേ. ഫസ്റ്റ് ഷോക്ക് അടിക്കാം, സെക്കൻഡ് തല അടിച്ച് വെക്കുക. അങ്ങനെ കഴിഞ്ഞ് നാലാമത് വിളിക്കുന്നത് വീണ്ടും ഒന്നാമത്തെ സെയിം ഡയലോഗാ പറയുന്നേ. അപ്പൊ നമ്മള് റിയലൈസ് ചെയ്യും ഇത് അപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല. വീണ്ടും ആ തെറ്റ് അവിടെ നടന്നോട്ടെ, മീൻസ് സെയിം പോലെ തന്നെ പോയിക്കോട്ടെ. രണ്ടാമത്തതിലും ഈ ഒരാൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അറിയില്ല, അയാൾക്ക് എന്തോന്ന് മനസ്സിലാവും. ഫസ്റ്റ് പറഞ്ഞതും സെക്കൻഡ് പറഞ്ഞതും ഒക്കെ സെയിം ആണല്ലോ. അപ്പൊ തേർഡിലാണ് അയാൾ ജെന്യൂൻലി സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അയാൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവും അല്ലെ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓക്കെ, ഇത് ഒബ്വിയസ്ലി നടക്കും, ഞാൻ മരിക്കും എന്നുള്ള സാധനം. സോ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു. 1 അവർ ഷിബിൽ ബ്രോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം തരും. ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി ഉന്മേഷത്തോടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ റെസ്റ്റിന് പകരം ഗെയിം കളിക്കാനാണ് ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാറ്. സോ ഗൈസ്, ഞങ്ങളെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതെ, അടിപൊളി. നമ്മള് നേരെ ഷൂട്ടിലേക്ക് പോവാണ്. സംസാരം സാധാരണ സ്ക്രിപ്റ്റിംഗിൽ എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോ ഓരോരുത്തർ ഓരോന്ന് പറയും, നമ്മൾ നമ്മളേതായിട്ടുള്ള സാധനം പറയും. പിന്നെ ആ സ്ക്രിപ്റ്റ് വീണ്ടും നമ്മൾ ചിലപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും തിരുത്തും. പക്ഷെ ഇന്ന് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഓരോരോ ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ വരാം. ഐശ്വര്യായിരുന്നു മെയിൻ. അതെ അതെ, ഞാൻ സാധാരണ ആലോചിക്കാറ് പോലും ഇല്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് എന്നും രാത്രി ഫിലിം കാണുന്നോണ്ട് കുറച്ച് ബ്രെയിൻ ഇസ് ബ്രെയിനിങ്. നമ്മൾ അഭിഷി പാവം ഉറങ്ങണം ഗൈസ്. സ്കോഡ വരുന്നുകൊണ്ടിരിക്കുന്നു, വൈഷ്ണവി ഇവിടെ തിന്നുകൊണ്ടിരിക്കുന്നു. സോ വൈഷ്ണവി, നമ്മൾ ആരംഭിക്കല്ലേ? ഇവിടെ വ്ളോഗില് ഞാൻ എന്തൊക്കെയോ കാട്ടാനുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാ എന്ത് കാട്ടും വ്ളോഗില് വ്ളോഗ് ഇടൂല. പക്ഷെ കഴിഞ്ഞ ഫറാസിന്റെ മറ്റേ ബ്രൈറ്റ് ടു ബി ഓൺ യൂട്യൂബ് ബ്രൈറ്റ് ടു ബി ഓൺ നിങ്ങൾ പേടിക്കണം, ഇനി എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്ഷിട്ട് ആദ്യം തന്നെ ഞാൻ കോഴിക്കര കാട്ടിനോ കിട്ടും. നിങ്ങൾ കോഴിയാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നല്ല, അതൊക്കെ ഫേക്ക് അല്ലേ. ഇതാണ് ഇംഗ്ലീഷ് കഫേയുടെ ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. നേതൃത്വം നയിക്കുന്നു ഷിബിൽ മുഹമ്മദ്. പ്രൊഡ്യൂസറോ? എന്നിട്ട് ക്യാഷ് പ്രൊഡ്യൂസർ ആകുമ്പോ ക്യാഷ് തരണം, ഞാനാ ഡയറക്ടർ. അപ്പൊ ക്യാഷ് തരി. അതിമാതിരി സ്ക്രിപ്റ്റ് തന്നിട്ടില്ല, എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ട്രസ് 5 വർഷമായിട്ട് ഇവിടെ ഇംഗ്ലീഷ് കഫേയിലെ റീൽ എടുക്കാൻ ആദ്യം ഒരാഴ്ച തൊള്ളാണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് ചോദിക്കണേ.
അറ്റൊക്കെ എങ്ങനെ അറിയോ ഐഷു ഇതാണ് സാധനം, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ശരിയാവുന്ന പറയണ അങ്ങനെ അങ്ങോട്ടും കൊടുക്കല. ഇന്ന് ഐഷുത്തെ സ്ക്രിപ്റ്റിലൊക്കെ ഇൻവോൾവ് ആവും, എന്തോ പറ്റിക്ക് എന്താ അറിയില്ല, ഇന്ന് ഞാൻ ഫുൾ ഓണാണ്. ആക്ഷൻ. വേറെ ആക്ട്രസ്, DOP വേറെ ആക്ട്രസ് ഡയറക്ടർ ബ്രില്യൻസ്. പിള്ളേരൊക്കെ എന്തൊരു പറയേ എന്താ പറയാൻ അറിയില്ല സത്യം പറഞ്ഞാല്. ഈ സാധനം ഇട്ടേ ഒന്നുകൂടി കാല് നോക്കിക്കോ. അത് കുറച്ച് ചെയർ ബാഗ്. അമ്മി അയാൾ ഇതൊക്കെ കൊണ്ടുപോയി. ഞാൻ ഈ കളിക്കില്ല. ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമക്ക് നഷ്ടമായ ഒരു പ്രമുഖ നടിയെ കുറിച്ചാണ്. വേറെ ആരുമല്ല. മിനിമം 500 കോടി ക്ലബ്ബ് കയറാൻ പോകുന്ന ഒരു നടിയായിരുന്നു. പറഞ്ഞോ ഡിക്ഷങ്ങള് ആൾക്കാരെ നമ്മൾ തള്ള വിചാരിക്കൂല. ഐഷുത്താക്ക് ആദ്യമായിട്ട് വന്ന ഫിലിം ഓപ്ഷൻ ചാൻസ് പറയുന്നത് തല്ലുമല. അത് പിന്നെ താല്പര്യം ഒഴിവാക്കി. രണ്ടാമതാണ് ശേഷം മൈക്കിൾ ഫാത്തിമ കല്യാണം. എന്നോട് എല്ലാരും പറയുന്നത് നമുക്ക് പോവാന്ന് അങ്ങനല്ല. അപ്പൊ അതിൽ വെച്ചു, അതിൽ താല്പര്യമില്ല പറഞ്ഞു. പിന്നിപ്പോ ഐഷുത്താക്ക് റീസെന്റ് മറ്റേ ജിത്തു മാധവന്റെ എനിക്കറിയില്ല, ഒരാൾ മെസ്സേജ് അയച്ചേ. അതായത് 4 മാസം മുന്നേ മെസ്സേജ് അയച്ചു. ഞാൻ 4 മാസത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പൊ ഒരു അന്നപ്പോ ഒരു ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ നല്ല ലേറ്റ് ആയി തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭയങ്കര ലേറ്റ് ആയി, കാരണം ഷൂട്ട് തുടങ്ങി പകുതിയായിരുന്നു. നെസ്ലന്റെ നായിക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓർമ്മയില്ല. സെക്കൻഡ് ഹീറോയിനാണ് 2 സെക്കൻഡ് സ്ക്രീനിൽ കാണിച്ചത്. അതൊന്നും അറിയില്ല. ഒരു അങ്ങനെ പലതും പറയാം. അപ്പൊ ഞാൻ ചോദിച്ചു ഏതാ ഫിലിം എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ബിപിൻ പണിക്കർ ഫിലിം എന്നാ പറഞ്ഞത്. എന്നിട്ട് നസ്രിയയും സൂര്യയും പൂജ ചെയ്യുന്ന അതിന്റെ നസ്രിയ പൂജക്ക് വന്നതാ. നെസ്ലൻ എടുത്തു. എടി ആ ഫിലിമാണ് അറിയില്ല. എനിക്ക് ആ റീൽ അയച്ചെന്നേ. പക്ഷെ ബിപിൻ പണിക്കർ മലയാള സിനിമക്ക് നഷ്ടപ്പെട്ടു. 500 കോടി ആർട്ടിസ്റ്റിനാണ്. പക്ഷെ എന്താ അവര് പറഞ്ഞത് അറിയോ? ആ സിനിമക്കൊന്നും പോവാനേ നന്നായി 101 ടേക്ക് എടുക്കുന്നു. അതല്ല, ഞാൻ വേറെന്താ അറിയോ, റീലിലാണ് പോകും ചെയ്ത് സിനിമയുടെ എത്തൂല. നിൽക്കും പക്ഷെ ഞാൻ പോവൂല. അതാ അതിന്റെ ഇതാണ്. അതെ അതെ ഇന്നത്തോളം പുതിയത് ആരോഗ്യം ഹായ് ഗൈസ്. കൊഞ്ച് നിർമ്മാണം. ഇയാളോട് ഒരാള് കഞ്ഞി. ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ഇയാൾക്ക് കഞ്ഞി വേണോ? വേണ്ട, ഞാൻ കഞ്ഞിയല്ല. അഫ്ഷാണ് കഞ്ഞി. അഫ്ഷിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എഗ് ഫ്രൈഡ് റൈസ് വിത്തൗട്ട് എഗ്, ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്തൗട്ട് ചിക്കൻ. അങ്ങനെ ഓർഡർ ചെയ്യും. ഗുഡ് മോർണിംഗ് ഗൈസ്, ഇറ്റ്സ് ഡേ 1 ഓഫ് ഔട്ട്ഡോർ ഷൂട്ട്. എല്ലാവരും സുട്ടപ്പനും സുട്ടപ്പിയുമായി. ഡേ 1, ഡേ 2. യെസ്, റെഡി, ഞങ്ങൾ റെഡി. ഗൈസ്, മീറ്റ് അവർ പുതിയ ഹീറോ, ഇംഗ്ലീഷ് കഫേയുടെ പുതിയ ഹീറോ. പേര് മുഹസിൻ. എങ്ങനെയാ? ഫറാസും ഐഷിക്കും കമ്മിറ്റഡ് ആണെന്ന്. പക്ഷെ കമ്മിറ്റുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് പോലും ഒരു ഈ ഷിബിൽ ബ്രോ ആണ് എല്ലാരും പിടിച്ചും കഴിഞ്ഞ പേരാക്കോ. ഇംഗ്ലീഷ് കഫേയിൽ വരുന്ന 99.9% വീഡിയോസും സ്ക്രിപ്റ്റഡ് ആണ്. ഫറാസിന്റെ കല്യാണത്തിന് വീഡിയോന്റെ അടിയിലൊക്കെ ഞാൻ വിചാരിച്ചു ഐഷുത്തിയും ഫറാസ്കിയും കല്യാണം കഴിക്കുമെന്ന്. അവർ കമ്മിറ്റഡ് ആണെന്നൊക്കെ നമ്മള് പോലെ പറഞ്ഞില്ല. പാക്ക സ്ക്രിപ്റ്റഡ് ആണ് അതൊക്കെ. ആരും ഇവിടെ പേരല്ല, ആരും ഇവിടെ കമ്മിറ്റഡ് അല്ല. പുതിയ നായകൻ. ഇനി ഇവിടുന്ന് ഇംഗ്ലീഷ് കഫേ ഈസ് ഇൻട്രൊഡ്യൂസിംഗ് അവർ ന്യൂ സ്റ്റാർ. ഞാനും എന്റെ ഫ്രണ്ട്. ഞങ്ങളൊക്കെ സുഹൃത്തുക്കൾ.
വണ്ടിയില് സ്ഥലം ഉണ്ടായിക്കൊണ്ട് പോകുന്നത് ഉപകാരം ഒന്നും കണ്ടില്ല ഇവരെ കണ്ടില്ല, ഒരു 5ന്റെ ഒരു വില അല്ല. പാവൻകുട്ടിക്ക് വയ്യ. ഞാൻ പോയി ശുശ്രൂഷിച്ച് വരാം. ആയിഷത്തേക്ക് ആരോഗ്യമില്ലാന്ന് ആരാണ് പറഞ്ഞേ? ആരാ പറയുന്നത്? അയ്യോ ഒരു വന്നടാ ഗ്യാപ്പില് ഗെയിം കളിക്കാൻ. സോ ബാക്ക് ടു സ്ക്രിപ്റ്റ് 1. ആദ്യത്തെ ദിവസം നമ്മൾ രാത്രി ഷൂട്ട് ചെയ്ത സ്ക്രിപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് രണ്ടാമത്തെ ദിവസം രാത്രി ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ ആലോചിച്ച് അതന്നെയാണ് മര്യാദ. നല്ല രസമുണ്ട് ഈ സാധനം. നല്ല എക്സ്പ്രഷൻ. ഒരു പെണ്ണ് ഇവിടെ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി ഇരിക്കുമ്പോ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യണ്ടേ? എന്താ അറിയില്ല, ഇത് കണ്ടിട്ട് വേദന. മറ്റേ ഇതാണോ ഐഷ അയ്യോ എന്റെ തട്ടോ നിന്നോ? ഐഷ എന്താ കാട്ടിയേ? ഒന്നും കണ്ടില്ല. കടിച്ച് ഐശുത്ത കടിച്ച് അല്ല, ഒരു പാച്ച് ഇങ്ങനെ തച്ചതാ. റോളിംഗ് ആക്ഷൻ. ആ എന്താ പറ്റിയേ? അത് ഞാൻ ഫോണിൽ സംസാരിച്ച് പോവായിരുന്നു, പക്ഷെ അവിടെ തട്ടിപ്പോയി. ഇവിടെ കഷ്ടപ്പെട്ട് ഷൂട്ട് എടുക്കുമ്പോ അടുത്ത വേണേ കളി കണ്ടെത്തിരിക്കുക. പോർച്ചുഗൽ 5 ഇടാം. ഗോളായില്ല, ഗോളായിക്കണേ അല്ലളിയാ അടിച്ചില്ല. അതൊക്കെ ഇപ്പൊ കിട്ടിയില്ലേ കിണ്ണേ. ഹായ് ഗായ്സ്. സോ ഇന്നാണ് ഫൈനലി ഡ്രസ്സൊന്ന് മാറ്റാൻ കഴിഞ്ഞത്. കാരണം ഫസ്റ്റ് ഡേ നമ്മൾ വന്ന സമയത്ത് ഒരു സീരീസ് തൊട്ടുങ്ങായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ പോയി സെയിം ഡ്രസ്സ് മാറ്റാനും പറ്റില്ല. ഞങ്ങളുടെ അടുത്ത് കുറേ 4-5 ഡ്രസ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞതാ. പക്ഷെ വെറുതെ ഒരൊറ്റ ഡ്രസ്സ് 2 ദിവസം ഒരൊറ്റ ഡ്രസ്സ് മേലേനു ഷൂട്ട്. എന്നാണ് ഫൈനലി ഡ്രസ്സൊന്ന് മാറ്റി പിടിച്ചത്. ആൻഡ് ഇത് സൈഷിൻ്റെതാണ് കേട്ടോ. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേയാ. ഇനിയിപ്പോൾ ചായ ഒക്കെ കുടിച്ച് വീണ്ടും കുറച്ച് ഷൂട്ട് ചെയ്ത് നേരെ വിട്ടു പോകും. ഇതാണ് റുട്ടീൻ, ഔട്ട്ഡോറിൻ്റെ മെയിൻ റുട്ടീൻ ഇതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഹൗ ആർ യു? ഹൗ വാസ് യുവർ സ്ലീപ്പ്? ഓൾ ഗുഡ്? ഓക്കെ ബൈ. ആയിഷ ഫോണിൽ കളിച്ചിട്ടൊന്നുമില്ല. ഹായ് ഗൈസ്, നമ്മള് ഷൂട്ടിന്റെ ഇടയിലാണ്. ഷൂട്ട് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അത് ഇന്നലത്തെ മന്ദപ്പാ കിക്ക. ഗൈസ് ഇന്നലെ 4 മണിക്കാ ഉറങ്ങിയത്, 7 മണിക്ക് എണീക്കുകയും ചെയ്ത്. 9 മണിക്ക് 9 മണിക്ക് വിളിക്കലൊടങ്ങിയത്. അത് പറഞ്ഞ സത്യം. 9 മണിക്ക് വിളിക്കാൻ തുടങ്ങി 9:30 രണ്ടാളും എണീറ്റപ്പോ 9:45 നമ്മൾക്ക് മാറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ 9:15 ആയിട്ടില്ല, 9:45 നമ്മൾക്ക് മാറ്റില്ല. അപ്പൊ ഞാൻ എന്നാലും ഒരാൾക്ക് ഒരു പിഴാന്ത് പിടിച്ചൊരു മനുഷ്യത്തി പനിച്ചമ്പി കിടക്കുകയാണ്. രാവിലെ പോയി കുളിക്കുക. ഞാൻ ഇന്നലെയും കുളിച്ചു, ഇന്നും കുളിച്ചു. ഇവർക്ക് തണുപ്പില്ല, എനിക്ക് അതിന്റെ ഉള്ളിൽ കൂടെ വേദനയാവും തണുത്തിട്ട്. ഇവര് 2 ദിവസമായി ഗൈസ് കുളിച്ചിട്ട് രണ്ടാളും. ഞാൻ ഞങ്ങൾ ഇന്നലെ സ്ക്രിപ്റ്റ് വരെ പുള്ളി ചാടുന്നല്ലേ വിഷ്ണു? മറ്റേ കുളിച്ചങ്ങള് പുള്ളി ചാടി നമ്മള് കുളിക്കല്ലോ. പൂളിലപ്പ ചാടി അതറിഞ്ഞില്ലേ? ഞങ്ങള് സ്ക്രിപ്റ്റ് തന്നെ മാറ്റി പുള്ളി ചാടാൻ വേണ്ടിട്ട്. മനസ്സിലായിരുന്നു സ്ക്രിപ്റ്റ്. ഹായ് ഗായ്സ്, സോ അടുത്ത കോസ്റ്റ്യൂമും മാറ്റി. ഇന്നസെന്റ് ആയിട്ടുള്ള ചെക്കനെ കാണിക്കാനാ? ഓക്കേടാ, കാണിക്കാം. ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ചെക്കൻ എന്ന് അവൻ തന്നെ പറയപ്പെടുന്ന നിഹാൽ. 2, 1 സ്റ്റാർട്ട്.